വർണ്ണാഭമായ പരിപാടികളോടെ ഭാരതത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് പ്രവാസ ലോകം. എംബസികളിലും കോൺസുലേറ്റുകളിലും ദേശീയ പതാക ഉയർത്തി. ലേബർ ക്യാമ്പുകളിലടക്കം ഇത്തവണ വിപുലമായ ആഘോഷമാണ് അരങ്ങേറിയത്. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ സ്ഥാനപതി സഞ്ജയ് സുധീർ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശവും വായിച്ചു. മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയിൽ സ്ഥാനപതി അമിത് നാരക് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ചതിനൊപ്പം മസ്കറ്റിലെ വാദി കബീറിലുണ്ടായ വെടിവയ്പിൽ ജീവൻ പൊലിഞ്ഞവരെ പ്രസംഗത്തിൽ അദ്ദേഹം അനുസ്മരിച്ചു. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ നേതൃത്വത്തിൽ ടീം വിഷ്വൽ സൊല്യൂഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ തൊഴിലാളികൾക്കായി സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു. വേൾഡ് മലയാളി കൗൺസിലുമായി സഹകരിച്ചായിരുന്നു പരിപാടി. ആഘോഷത്തിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ, ടീം വിഷ്വൽ സൊല്യൂഷൻ ഉടമകളായ സുബ്രഹ്മണി ബാലകൃഷ്ണൻ, ബിന്ദു സുബ്രഹ്മണി, വേൾഡ് മലയാളി കൗൺസിൽ മിഡിൽ ഈസ്റ്റ് റീജിയണൽ പ്രസിഡന്റ് വിനേഷ് മോഹൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ബ്ലൂ കോളർ വർക്കേഴ്സിൽ അവർക്കും നമ്മുടെ പ്രവൃത്തികളുടെ എന്താണ് ഈ ആഘോഷങ്ങൾ, നമ്മുടെ ഇന്ത്യൻ കൗൺസിലേറ്റിൻ്റെ ഹോളിൽ മാത്രമല്ല ഇന്ത്യ എന്ന് നമ്മുടെ വർക്കേഴ്സിനെയും അവർ നമ്മുടെ സഹോദരങ്ങളാണ്, അവരെ അറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ പരിപാടി എല്ലാ വർഷവും നടത്തുന്നത്. ഇന്ന് ടീം വിഷ്വൽ സൊല്യൂഷന് സുബ്രഹ്മണ്യക്കണ്ണൻ, അദ്ദേഹം WMCയുടെ ഇൻ്റഗ്രേറ്റഡ് പാർട്ടാണ്. ഞങ്ങളൊരു WMC കുടുംബാംഗമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ സെലക്ട് ചെയ്തത് ഈ ടീം വിഷ്വൽ സൊല്യൂഷൻ. 78ാം സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ ജനതയ്ക്കും ആശംസ അറിയിച്ച് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ട്വിറ്ററിൽ കുറിച്ചു. ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നതിനും സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിനും UAE പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം അറിയിച്ചു. സൗദി ഭരണാധികാരി സൽമാൻ രാജാവ്, കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബഹ, കിരീടാവകാശി ഷെയ്ഖ് സബ്ബ ഖാലിദ് അൽ അഹമ്മദ് അൽ സബഹ, പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുല്ല അൽ അഹമ്മദ് അൽ സബഹ, ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽ താനി തുടങ്ങിയവർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ആശംസാ സന്ദേശം അയച്ചു. ജനം, ദുബായ്.